ഇവിടെ ഈ നാച്ചുറൽ സെലക്ഷൻ എന്നൊക്കെ പറയുമ്പോഴേ, സെലക്ഷൻ എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം, സെലക്ട് ചെയ്യുക, ആരോ തെരഞ്ഞെടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് പെട്ടെന്ന് ഡിഫോൾട്ടായിട്ട് നമ്മുടെ തലച്ചോറിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നുമല്ല. നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന വേർഡ് അവിടെ വന്നു എന്നേ ഉള്ളൂ. അതിന് പ്രകൃതി ഇരുന്ന് സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രകൃതി ഇരുന്ന് ചില ജീവിവർഗ്ഗങ്ങളെ അങ്ങ് തെരഞ്ഞെടുക്കുന്നു, അങ്ങനെ പറയുന്ന അർത്ഥമൊന്നുമില്ല. വളരെ സ്വാഭാവികമായി, വളരെ ലളിതമായി സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണത്. സത്യമാണ്, വളരെ ലളിതമാണ് കേട്ടോ. ഈ ഡാർവിനിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ വളരെ വളരെ ലളിതമാണ്. ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന അത്ര ലളിതമാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിലേക്ക് വരുമ്പോൾ ഇതെന്തുകൊണ്ട് ഇത്രത്തോളം ബുദ്ധിമുട്ടാവുന്നു, ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ കുട്ടികളെ ആദ്യം തന്നെ അങ്ങ് പിടിച്ച് അതുങ്ങളുടെ തലച്ചോറിനുള്ളിൽ ഈ സാധനമൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ വേറൊരു സാധനം അങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുക്കും. എല്ലാം ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് ദൈവം ഉണ്ടാക്കി. അതിനുശേഷം അവർ സ്കൂളിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഈ പരിണാമത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോഴാണ് സംശയം വരുന്നത്. പള്ളിയിലും മദ്രസയിലും അല്ലെങ്കിൽ ഞങ്ങളുടെ മതവിഭാഗത്തിൻ്റെ ഇടയിലൊന്നും ഞങ്ങൾ ഇതല്ലല്ലോ പഠിച്ചത്, ഇതൊന്നും ഉൾക്കൊള്ളേണ്ട കാര്യമില്ല, ഇതൊക്കെ വൻ മാഫിയ, ചുമ്മാ കള്ളത്തരത്തിന് വേണ്ടിയിട്ട് അവരുടെ എന്തിനോ കാര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയുള്ള ഗൂഢാലോചനയാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ തലച്ചോറ് തന്നെ അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടും. ഡാർവിനിസം മനസ്സിലാക്കിയാലും